നമസ്കാരം. എല്ലാവർക്കും പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുഫലം, അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരശ്വതി നക്ഷത്രക്കാരനോ ഒരശ്വതി നക്ഷത്രക്കാരിയെങ്ങാനും ഉണ്ടെങ്കിൽ 2025 അശ്വതി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. അത് മുഴുവനായിട്ട് കേൾക്കുക. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മഹാത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2025 വിഷു വർഷം. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തെ 2025 വിഷുഫലം എന്ന് പറയുന്നത്. അപ്പോൾ 2025 അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലം പറയാൻ പോവുകയാണ്. അശ്വതി നക്ഷത്രത്തെപ്പറ്റി പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് 2025 വിഷു പ്രദാനം ചെയ്യുന്നത് വളരെ നല്ല ഒരു കാലമാണ് എന്ന് നിസ്സംശയം വേണമെങ്കിൽ പറയാം. ഈ നക്ഷത്രക്കാർക്ക് ഇത് നല്ലൊരു വർഷമായിരിക്കും. ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കൂടുതലും നല്ല ഫലങ്ങളാണ് ഉള്ളത്. അത് ദോഷങ്ങൾ എന്താണെന്നൊക്കെ വീഡിയോയുടെ അവസാനം പറയും. അതിന് ചെയ്യേണ്ട പരിഹാരങ്ങളും പറഞ്ഞു തരാം. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ ഈ വർഷം നല്ല സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ വർഷമായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങൾക്കുള്ള യോഗം ഈ ഒരു വിഷു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ കുടുംബത്തിൽ മംഗളകാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പം വിവാഹമാകാം, സന്താനയോഗം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വരുന്നതും ആകാം. അപ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ചിലപ്പോൾ ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാവാം. പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ജോലി ലഭിക്കാം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കാം. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യകരം എന്ന് കരുതുന്ന ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവിനും അടുത്ത വിഷുവിനും ഇടയിലുള്ള ഒരു വർഷക്കാലം. തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഉയർച്ച കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. തൊഴിലിൽ സ്ഥാനക്കയറ്റം, വരുമാന വർധനവ്, ഇതിനൊക്കെയുള്ള യോഗം ഈ 2025 വർഷം ഈ അശ്വതി നക്ഷത്രത്തിന് കാണുന്നുണ്ട്. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു കാലം അത്തരത്തിൽ ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും മുന്നോട്ടുണ്ടാവുക. സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, പോലീസ്, ഇങ്ങനെയൊക്കെയുള്ള അധികാരങ്ങൾ കയ്യേറുന്ന സ്ഥാനത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച കൈവരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വർഷം. ധനപരമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ജീവിതത്തിൽ കടങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈശ്വരനായിട്ട് ഒരു വഴി തെളിയിച്ചു തരും. ആ കടങ്ങളൊക്കെ തീർക്കാനുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടക്കാണ്ട് ഇങ്ങനെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറി അത് നടക്കും. ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും. പുതിയ കാര്യങ്ങൾക്ക് പുറപ്പെടാനും സംരംഭങ്ങൾ ആരംഭിക്കാനും ഒക്കെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ വിഷു കഴിയുന്നതോടുകൂടി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും കലാകായിക രംഗത്ത് ശോഭിക്കാനും പറ്റിയ സമയമാണ്. കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കാനും ഇത് നല്ല ബെസ്റ്റ് സമയമാണ്. വിദ്യ കൊണ്ട് വിജയം നേടാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് ഈ വിഷു പിറക്കുന്നത് എന്ന് പറയാം. അതായത് പഠിച്ച് പല സ്ഥലങ്ങളിലും പല ഉന്നത പൊസിഷനിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പഠനത്തിലൂടെ വിജയം നേടാനും ഉപരിപഠനത്തിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടാനൊക്കെ ഈ സമയം പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നല്ല സമയമാണ്.
അതായത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാൽ അതിൽ നിന്നൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ, ഏത് കാര്യത്തിൽ പ്രവർത്തിച്ചാൽ അതിലൊക്കെ വിജയിച്ച് വരാനുള്ള യോഗമുള്ള ഒരു വർഷമാണ് ഈ 2025. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ചില കാര്യങ്ങൾ അശ്വതിക്കാർ ഈ വർഷം ശ്രദ്ധിക്കണം. എല്ലാം ഒരുപോലെ നന്നാവണമെന്നല്ല എന്നില്ലല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്ന വർഷമാണെങ്കിൽ പോലും ഈ വർഷം പ്രത്യേകിച്ച് ശത്രുദോഷങ്ങൾ വളരെ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തുള്ള കൂട്ടുകാരും ബന്ധുക്കളും തമ്മിൽ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വത്തുപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളുണ്ടാവാം. കലഹങ്ങൾ മൂർച്ഛിച്ച് വീട് വിട്ട് പോകേണ്ടി വന്നേക്കാം. ഈ സമയത്ത് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഇതൊരു ദോഷമായി കാണുന്നുണ്ട്. കേസ്, കോടതി കാര്യങ്ങളുമായി പോകുന്നവർക്ക് കുറച്ച് താമസം വരും. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. ശത്രുദോഷം വരാതെ നോക്കണം. വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി അവർ ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നടത്തുക. ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമോ ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തുളസിമാല നൽകി തൊഴുക. അപ്പോൾ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എല്ലാം നല്ലതായിരിക്കും. സർവം മംഗളമായിട്ട് വരും. അശ്വതി നക്ഷത്രത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.